പ്രയാഗ്രാജിലെ നമ്മുടെ പ്രധാന സിറ്റി അലഹബാദ് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ഈ ത്രിവേണി സംഗമ സ്ഥലത്തേക്ക് പോകുന്നത്. ഇതിന്റെ തൊട്ടുപുറകിൽ കാണുന്നത് കാഴ്ചകൾ കാണാം. അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. അവിടെയൊക്കെ ഈ ഹോട്ടലുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു, ഇവർക്കൊക്കെ ഭക്ഷണത്തിന് ആവശ്യം വരുമല്ലോ. സ്വാഭാവികമായി ഹോട്ടൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഇത്തരം സ്ട്രീറ്റ് ഫുഡുകളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത രുചികരമായ ഈ ഭക്ഷണ വിഭവങ്ങൾ, അത് വ്യത്യസ്തമായി തയ്യാറാക്കുന്നവയുണ്ട്, വ്യത്യസ്തമായ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളവയുണ്ട്. इसका नाम सबका क्या है भैया? ये स्पॉट है, ये बॉयल है, ये बॉयल है, वो स्पॉट है. कैसा बनाता है? ये प्लेट बना कर दिखा दो, बना के प्लेट ले लो. कैसा कैसा बना हमको दिखा. प्याज, ये गोभी पत्ता है, ये गाजर है, ये मूली है, ये हरी मिर्च आएगी. ऐसा काटता है, काट कर. हाँ. और क्या वो क्या ये लाल मिर्च है. हाँ मिर्च है. ये नमक मसाला. अच्छा. ये गरम मसाला. ओके. वो क्या नींबू है. नींबू उसमें डालेगा. जी. बड़ा वाला नींबू. ये बड़ा नींबू. अच्छा वो उसमें डालता है. और स्प्रोट चाहिए, बॉयल चाहिए. हाँ वो बॉईल किया वाला है. बॉयल है. और ये हाँ. अच्छा. चलो साइकिल लेके क्या मूड बुला. अच्छा ऐसा बनाता है. इसको क्या कहता है इसको? इधर पूरा इधर ही देख दो. ये चने की चाट. हाँ चने की चाट. चने की चाट. जी. तो अच्छा. കുറച്ച് ഉപ്പ് കൂടിയെന്നേ ഉള്ളൂ. എനിക്ക് ഉപ്പ് അത്ര പിടുത്തമില്ലാത്തോണ്ടായിരിക്കാം. സംഗതി കൊള്ളാം, അടിപൊളി. बच जाता है जी. बच जाता है. अब तो ये बहुत क्राउड आता है ना, इसलिए तुमको बहुत सेल होगा. हाँ जी बिल्कुल है. वो കടലയുണ്ട്, മല്ലിയിലയുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ സവാളയുണ്ട്, ക്യാബേജ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്ത് നല്ല സൂപ്പർ സാധനം. നമ്മൾ മറ്റൊരു പ്രധാന ഈ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇവിടെ കാണുന്ന നമ്മുടെ സ്വീറ്റ് കോൺ ആണ്. ചോളം, ധാരാളം ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്കറിയാം ഉത്തർപ്രദേശ്. അപ്പൊ അവിടുത്തെ ഈ നിരത്തുകളിലൊക്കെ നല്ല ചൂടായിട്ട് രാവിലെ ഈ തണുപ്പ് സമയത്തൊക്കെ നല്ല ഗരം സ്വീറ്റ് കോൺ കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനൊരു മിക്സിങ്ങിനും ഒക്കെ ഒരു രീതിയുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള മിക്സിംഗ് ആണ്. കേക്ക ഡാൽത്തെ ഭയ്യ. और नींबू भी. हाँ नींबू भी है, मसाला ये सब है. हाँ. नींबू है, मसाला है, जंजीरा है. हाँ. और ये है चटनी है. हाँ. सब है. ये देखो ये चटनी. वो क्या चटनी? वो चटनी क्या कैसा बनाता है? इमली का. हाँ? इमली का. इमली. वो अच्छा. हाँ. मसाला. अच्छा. बहुत अच्छा हो गया. नींबू डाल दिया ना पहले? और डालेंगे थोड़ा. और डालेंगे. अच्छा है. और डालने में अच्छा है. हाँ अच्छा है. हाँ. स्पाइसी खाओगे ज्यादा तो स्पाइसी मिलेगा, कम स्पाइसी खाओगे कम स्पाइसी. हाँ. कैसा है वो सेल? कैसा है? अच्छा होगा. हाँ. അപ്പൊ ഇത് ബസ് ഇത് നമ്മള് രുചിയുള്ള ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നു. കഴിച്ചു നോക്കാം. സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോണിന്റെ ഒരു രുചി അത് കുഴപ്പമില്ല. പക്ഷെ കുറച്ച് മസാല കൂടുതലാണ്. നമ്മളിവിടെ ഈ മോളുകളിലൊക്കെ പ്രശാന്തെ സ്വീറ്റ് കോൺ കിട്ടും, പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട്, കുറച്ചുകൂടി ഒരു രുചിയുണ്ട്. മസാല കൂടുതലാണെന്നുള്ള ഇവരുടെ പ്രത്യേകത. ഉപ്പ്, നാരങ്ങ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ये कैसा बनाता है भैया? ये कैसा बनाता है? मसाले डाल के बनता है. आलू में. हाँ. आलू में मसाला और क्या?
नमक वमक बढ़ता हो क्या बढ़ता है? और ये क्या ये वाला क्या ये धनिया पड़ी है, धनिया बढ़िया तो टेस्ट है टेस्ट होगा, हाँ, हाँ। आके देख लीजिए। खाएगा कैसा है हाँ टेस्ट ठीक है इसका भी, गुड है, अच्छा टेस्ट है। आलू का है और शुद्ध है, बढ़िया खट्टा मीठा टेस्ट है, अच्छा है टेस्ट, गुड है। ये कुंभ मेला में जा रहे हैं? हाँ जी, कुंभ मेला के लिए आया है? हाँ जी, कुंभ मेले के लिए आए हुए हैं और कल रात से आए हुए थे। अच्छा है, कुंभ मेला भी स्टार्टिंग है मॉर्निंग से अभी ना, अभी क्योंकि 13 तारीख से स्टार्ट है तो पहला संगम है यहाँ पर, स्नान का है तो अच्छा है। അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഭവം നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കൂടെ ആലു പുഴുങ്ങിയിട്ട് മസാലയൊക്കെ ചേർത്ത് മല്ലിയിലയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ ഇട്ട് കഴിക്കും. आज ही लगाया है, मैंने आज ही लगाया हूँ। मेरी माताजी अस्पताल में भर्ती थी, रात में आए 1 बजे उबाल के अभी बनाया। എന്തായാലും നല്ല काम नहीं करता। രുചിയുള്ള വിഭവമാണ്. പിന്നെ ഇത് നമ്മുടെ നൂഡിൽസ് പോലെയുള്ള ഒരു വിഭവമാണ്. ഇത് നൂഡിൽസ് തന്നെയാണ്, അതിന്റെ പ്രത്യേക പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. അവരോട് ചോദിക്കാം. कैसे बनाते हैं भैया? ये 30 रुपए का प्लेट है चाउमीन, बढ़िया स्पाइसी। स्पाइसी है। हाँ, उसमें क्या क्या डालता? इसमें डालता बंदा डालता है, चाउमीन पड़ता है और चटनी वगैरह डालता है, बढ़िया बना के बेहतरीन। और ये वाला ये आलू चाट इसको बोलते हैं। इसमें बटर पड़ता है, सलाद पड़ता है, खस्ता पापड़ी पड़ता है, चटनी पड़ता है, मसाला पड़ता है, बढ़िया बेहतरीन। इसका प्लेट का कितना दाम? इसका 30 रुपए प्लेट, सिंगल है, डबल 50 का बिकता है। अच्छा लो मैडम, ഇങ്ങനെ ഇവിടെ നോക്കി ഇങ്ങോട്ട് ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറെ ന്യൂഡിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂഡിൽസ് ഇതിങ്ങനെ മസാലയൊക്കെ ചേർത്ത് വെക്കുകയാണ്. ഇതിൽ കുറച്ച് എന്താണ് ക്യാബേജും സാധനങ്ങളൊക്കെ ഇടും, കുറച്ച് സവാളയുടെ അംശങ്ങളൊക്കെ കാണാം. ഇവിടെ ആലു കൊണ്ടുള്ള മറ്റു ചില വിഭവങ്ങള്, അങ്ങനെ ഭയങ്കര രസകരമായി നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാനുള്ള സ്ഥലം കൂടിയുണ്ട്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കുകയും വേണം, കാരണം വയറിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാകും എന്നുള്ളതൊന്നും കാത്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ വിഭവങ്ങളും പരീക്ഷിക്കുന്നില്ല. നമ്മളിപ്പോ വയറിനെ വെല്ലുവിളിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ടതൊക്കെയാണ്. അതുകൊണ്ട് ഏതായാലും ഒരുപാട് ഇത്തരം വിഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. രസകരമായ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടപ്പോൾ അതൊന്ന് പകർത്തി എന്നതേ ഉള്ളൂ. പ്രശാന്ത് മംഗലശ്ശേരി ഉണ്ട് എനിക്കൊപ്പം. രഞ്ജിത് രാമേന്ദ്രൻ, പ്രയാഗ്രാജ്.